ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഡേ ഇൻ ലൈഫാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇരിക്കുകയാണ്. ഇപ്പം സമയം 6 മണി. ഇനി വരലേക്കണം, കുളിക്കണം, കോളേജിൽ പോകണം. ഗൈസ്, എന്നെ ചായ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ കോളേജിലാണ് സെലിബ്രേഷൻ ആയ കാരണം ഫുഡ് എടുക്കുന്ന കാരണം തിരിച്ചു പോകണം. അതിൻ്റെ മുന്നോടിയായിട്ട് ഡ്രസ്സ് വാഷ് ചെയ്യേണ്ട കാരണം ഇത് ചെറുതായിട്ടൊന്ന് നേരത്തെ എനിക്ക്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ പോകുമ്പോൾ ഹോസ്റ്റലിലാണ് തന്നെ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് കമ്പായിട്ട് അടിക്കും. ഗൈസ്, അപ്പോൾ ഞാനിവിടെ മുമ്പെടുക്കാനുള്ള പത്രപാടിയാണ്. ഇപ്പം എല്ലാം സെറ്റായി. സ്കൂളിലെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ സമയം ഇല്ലാത്തതുകൊണ്ട് അമ്മ ഹെൽപ്പ് ചെയ്യാണ്. അമ്മ മുടിക്കട്ട് ഞാൻ തന്നെ ഇരിക്കും. അങ്ങനെയാണ്. ഇപ്പോൾ കോളേജിൽ പോകണം. എൻ്റെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് കാണണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റിൽ ആരും ഇടണ്ട. ഞാൻ ഇപ്പം തന്നെ കാണിക്കാം. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ കോളേജിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ് അവിടെ നിൽക്കുന്നു. കഷ്ടപ്പെട്ട് ബസ്സിൽ തൂങ്ങി പിടിച്ച് വന്ന് ഇപ്പോൾ റോഡിൽ ഫുള്ള് തിരക്കാണ്. അതെ, ഫുൾ വണ്ടികളാണ് കണ്ടത്. നമ്മളിപ്പോൾ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളിപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് ഇൻഡക്ഷൻ ക്ലാസ് കേൾക്കാൻ വേണ്ടി പോവാണ്. ഓണപ്പരിപാടികൾക്ക് ഇവിടെ തുറക്കിട്ടുകൊണ്ട് ആദ്യം കാവടിയാട്ടം. ഒരു ട്രെൻഡ് മാവേലിനെ കാണിച്ചു തരാം. എന്തോന്നടേ ആ മാവേലി കാട്ടുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങൾ വീണ്ടും ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. സ്പീക്കിനൊക്കെ എന്തോ പ്രോഗ്രാമാന്നൊക്കെ പറഞ്ഞ് അപ്പോൾ വീണ്ടും പോകണം. ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞിട്ട് നമുക്ക് തട്ടേക്കാട് പോകും. ഞങ്ങൾ കോളേജ് കഴിഞ്ഞു വീട്ടിൽ പോകാൻ ബസ് വെയിറ്റ് കൊണ്ട് പോസ്റ്റ് എടുത്തായി. ബോധത്താങ്കെട്ട് ഡാമിൻ്റെ തൊട്ടടുത്ത് കാണുന്ന പാലത്തിലൂടെ ഒരു യാത്ര. ഞങ്ങളിപ്പോൾ വൈദ്യുതി സ്ഥാപിച്ചരും പിന്നെ സീതാലക്ഷ്മി കാളെടുത്തു. ഇനി അടുത്ത കടയിൽ കയറാൻ പോകാൻ ഇതിപ്പോൾ കാറിൽ ആരോ ചെളി തെറിപ്പിച്ചപ്പോൾ കഴുകാനായിട്ട് കൊണ്ടുവന്നതാണ്. പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം, എടുത്ത് തോടുണ്ട്. കഴുകണതിന് വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ വീടെത്തിയിരിക്കുന്നു. രാത്രിയായി, സമയം 6:43. അച്ഛൻ എന്നെ ഡ്രോപ്പ് ചെയ്തു. അച്ഛൻ എന്നെ അവിടെ എടുത്തു. ജോലി കഴിഞ്ഞപ്പോൾ നേരത്തെ ഉള്ളപ്പോൾ എന്നെ അവിടെ നിന്ന് കൊണ്ടു. ഇവിടെ എന്നെ കാത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മ ഗ്രാൻഡ് കൂടി ഇരിക്കുന്നുണ്ട്. അമ്മ അകത്ത് എന്നെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 7:30. വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ലേറ്റായി. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് കോതമംഗലത്തിന്. ഹോസ്റ്റലിലൊക്കെ ഒതുക്കാനൊക്കെ ഉണ്ടായ കാരണം ഇത്ര ലേറ്റായിരുന്നു. ഞാൻ വീട്ടിലെത്തി.
തട്ടേക്കാട് പോയിട്ട് ലേറ്റായ കാരണം വീട്ടിലെത്താൻ 10:30. അപ്പോൾ ഇനിയിപ്പോൾ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഹാപ്പി നൈറ്റ് ആൻഡ് ബൈ ബൈ.